അപ്പോൾ ഞാനിത് ഒരു ഗെറ്റ് റെഡി വിത്ത് മേക്ക് എടുത്തിരിക്കുക കേട്ടോ, അതെൻ്റെ കോസ്റ്റ്യൂമിങ്ങിന്. അപ്പോൾ ഇന്ന് ഇവിടെ ഫൗണ്ടേഷൻ ഡേ ആണ്, നാഷണൽ ഡേ സൗദിയുടെ. അപ്പോൾ ഇവിടെ നിറയെ പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഒന്ന് പുറത്തൊക്കെ പോയി പ്രോഗ്രാംസൊക്കെ കണ്ട് ഫുഡൊക്കെ പുറത്തുനിന്ന് കഴിച്ചിട്ട് വരാം. അപ്പോൾ ഞാനിത് റെഡി ആയിരിക്കുകയാണ്, ഹസ്ബൻഡിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ഹസ്ബൻഡ് വന്നിട്ടോടെ പുറത്ത് പോകാൻ. അപ്പം നമുക്ക് അവിടുത്തെ വിശേഷങ്ങളൊക്കെ അവിടെ എത്തിയിട്ട് കാണാം കേട്ടോ. അവിടുത്തെ ട്രഡീഷണൽ ആയിട്ടുള്ള നിറയെ ഡാൻസും പ്രോഗ്രാംസൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ അതൊക്കെ കാണണം. സോ അങ്ങനെ പുറത്ത് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ അവിടെ എത്തിയിട്ട് കാണാം കേട്ടോ. ഞങ്ങളിവിടെ അൽമാസ് റെസ്റ്റോറൻറ്റിലായിട്ടാണ് വന്നിട്ടുള്ളത്. നല്ല ഫുഡാണ് ഇവിടുത്തെ. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഫുഡാണ് റിയാദിൽ വെച്ചിട്ട് അൽമാസ് റെസ്റ്റോറൻറ്റിലത്. അപ്പോൾ നമ്മൾ ചിക്കൻ ബിരിയാണി, മട്ടൻ ബിരിയാണി, പിന്നെ ഐസ്ക്രീം, ചിക്കൻ 65 അങ്ങനെ എന്തൊക്കെയോ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ കഴിച്ചു. ഞങ്ങളൊക്കെ അങ്ങനെ കഴിച്ചു കഴിഞ്ഞിട്ട് പിന്നെ വലിയ കേക്കാണ് കേട്ടോ. കേക്ക് എന്ന് വെച്ചാൽ ഇവിടെ നിന്ന് തൊട്ട് അവിടുത്തെ വരെയുണ്ട്. ഇത് കേക്കാണ്. ഞാൻ ഫസ്റ്റ് വിചാരിച്ചത് ടാബിളാണെന്ന് കേട്ടോ. ഇത് ഞാൻ കറക്റ്റ് കാണിച്ചു തരാം. സീരിയസ്ലി ഞാൻ വിചാരിച്ചത് ടാബ്ലാന്ന് കേട്ടോ. ഇത്ര വലിയ കേക്കൊന്നും ഞാനിതുവരെ കണ്ടിട്ടില്ല. അപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈം ഇത്ര വലിയ കേക്ക് കാണുന്നത്. അപ്പോൾ അവിടെ നാഷണൽ ഡേ ആയതുകൊണ്ട് കേക്ക് കട്ടിങ്ങും കുറച്ച് പ്രോഗ്രാംസൊക്കെ ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ അധികമൊന്നും കാണാൻ നിന്നില്ല. കുറച്ച് സമയം അവിടെ നിന്നു. കേക്ക് കട്ട് ചെയ്യുന്ന സമയമാകുമ്പോഴേക്കും നമ്മളവിടെ നിന്ന് പോയിട്ടുണ്ടായിരുന്നു. ഇവിടെ ലുലുവിൽ ഭയങ്കര ഓഫറാണ് കേട്ടോ. ഞങ്ങളത് ഈ ഇതെടുത്തു, ഈ ഒരു കാർ എടുത്തു. നമ്മളിങ്ങനെ ലുലു ഫാഷനിലേക്ക് വന്നപ്പോൾ ഇവിടെ ഞാൻ കണ്ടു നന്നായിട്ടുണ്ട് കാണാൻ. കാറൊക്കെ പോലെയുള്ള നമ്മൾ ഭണ്ണാരപ്പെട്ടി, നമ്മുടെ കണ്ണൂരൊക്കെ ഭണ്ണാരപ്പെട്ടി ഇന്ത്യ എന്നൊക്കെ പറയും. സാധാ വേറെ നാട്ടിലൊക്കെ എന്താ പറയുക എനിക്കറിയില്ല കേട്ടോ. ഇതിലിങ്ങനെ പൈസ ഇട്ട് വെക്കാം. ആവശ്യമുള്ള പടിയിൽ തുറന്നെടുക്കാം, പൊട്ടിക്കേണ്ട ആവശ്യമില്ല. ഇത് കണ്ട് ചുവപ്പ് വെള്ളവും വെള്ളമായിട്ട് ഇതൊരിക്കലും മിക്സ് ആകുന്നില്ല. ഞാൻ കുറേ കുലുക്കിയൊക്കെ നോക്കി, പക്ഷേ മിക്സ് ആയില്ല. ഇതിൻ്റെ ടെക്നിക്ക് എന്താണെന്ന് എനിക്കിതുവരെ പിടിയിട്ടില്ല. ഓയിലും വെള്ളമാണോ അതോ മെർക്കുറി ആണോ എന്താണെന്ന് എനിക്കറിയില്ല കേട്ടോ. ഇതിൻ്റെ ടെക്നിക്സ് അറിയുന്ന ആരെങ്കിലും ഒന്ന് പറ. ഞാൻ കോഴിയാണല്ലോ എന്ന് കരുതി എടുത്തപ്പോൾ പൊട്ടി. ഞാൻ വിചാരിച്ചു പൊട്ടിയതാണെന്ന്. പക്ഷേ പൊട്ടിയതല്ല, അതൊരു സീക്രട്ട് ബോക്സാണ്. അതിങ്ങനെ തുറന്നു കഴിഞ്ഞാൽ അതിനുള്ളിൽ നമുക്ക് ഏതെങ്കിലും നല്ല സീക്രട്ടായി വെക്കേണ്ട സാധനങ്ങളൊക്കെ വെച്ചിങ്ങനെ അടച്ചു വെച്ചാൽ ദൂരത്ത് നോക്കുമ്പോൾ കോഴിയായിരിക്കും, പക്ഷേ അതിന് പരിപാടി. കുറേ പേര് ചെണ്ടയൊക്കെ മുട്ടിയിട്ട് പോകുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഉള്ളിൽ വന്നു സാധനം വാങ്ങാൻ വേണ്ടിയിട്ട്. ഞാൻ വെറുതെ മൈലാഞ്ചി നോക്കി കേട്ടോ. അപ്പോൾ ഇത് അടിപൊളി സാധനം കേട്ടോ. വാസലിൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നല്ല മോയ്സ്ചറൈസറാണ്. അങ്ങനെ വന്നു. ഈ സെക്ഷനിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ഏത് വാങ്ങണം എന്നുള്ളൊരു കൺഫ്യൂഷനാണ്. എല്ലാം ബ്യൂട്ടി പ്രോഡക്ട്സും സ്കിൻ കെയറും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഞാൻ എല്ലാം നോക്കി ഒന്നും എടുത്തില്ല. ഓൾറെഡി എൻ്റെ അടുത്തുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എല്ലാം നോക്കി. ഓഫറൊക്കെ ഉണ്ടായിരുന്നു. നാഷണൽ ഡേ ആയതുകൊണ്ട് നിറയെ ഓഫേഴ്സായിരുന്നു. അപ്പോൾ ഞാൻ ഇങ്ങനെ എല്ലാന്നൊക്കെ നോക്കി. ഇതെടുക്കണം എന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഫ്ലോപ്പ് ആവുമോ കേക്ക് ഉണ്ടാക്കിയാലെന്ന് വിചാരിച്ചിട്ട് എടുത്തില്ല. അപ്പോൾ ഇന്ന് എനിക്ക് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. കാരണം ഇന്ന് ഞാൻ വ്ളോഗ് എടുക്കുന്നത് കൊണ്ട് തന്നെ ഹസ്ബൻഡല്ല പർച്ചേസും ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കൂടെ നിന്നാൽ മതി. അപ്പം നമ്മൾ ഫസ്റ്റ് ഇതേ മീൻ വാങ്ങേണ്ടിയിട്ട് വന്നു. എല്ലാം ഇന്നത്തെ ഫുൾ പർച്ചേസ് ഹസ്ബൻഡാണ് കേട്ടോ. ക്യാൻറ്റീസിൻ്റെ ഇതുപോലെ നന്നായിട്ട് ഇഷ്ടം. നിങ്ങൾ കുഞ്ഞു കുട്ടികളൊക്കെ കുടിക്കുന്ന ബോട്ടിൽ പോലത്തെയൊക്കെ സാധനം നന്നായിട്ടുണ്ട് കാണാം. നോക്കട്ടെ നല്ലത്. വർക്കാകില്ല, വർക്കാവുന്നില്ല. ഇത് ഇങ്ങനെ കറങ്ങും, പക്ഷെ അത് കറങ്ങുന്നില്ല. വേറെ എടുത്ത് നോക്കാം കറങ്ങുന്നുണ്ടോ. അതെ, ഇങ്ങനെ നല്ല കാറ്റ് കിട്ടുന്നുണ്ട്. ചോക്ലേറ്റും ഇവിടെ ഫാൻ. അങ്ങനെ നമ്മൾ വെജിറ്റബിൾസിൻ്റെ ഫ്രൂട്ട്സിൻ്റെ സെക്ഷനിലേക്ക് വന്ന് വരുന്ന സാധനങ്ങളൊക്കെ എടുക്കുക കേട്ടോ. നമ്മൾ ഫസ്റ്റ് തന്നെ ആപ്പിളൊക്കെ എടുത്ത്, ഈ ആപ്പിൾ വിവിധ തരമായ ആപ്പിൾ ഉണ്ടാകും കേട്ടോ. ഏത് വേണേലും നമുക്ക് എടുക്കാം. അപ്പം നമ്മൾ തക്കാളി എടുക്കുന്നത്. തക്കാളി സ്പെഷ്യലിസ്റ്റാണ്. തക്കാളി ഞെക്കി നോക്കിയിട്ടൊക്കെ എടുക്കുന്നത്. അതിനുശേഷം ഞങ്ങളിത് ഫുഡിൻ്റെ സെക്ഷനിൽ വന്നതാണ് കേട്ടോ. സ്റ്റാഫ്സൊക്കെ ഹായ് ഒക്കെ പറയുന്നത് വ്ളോഗ് എടുക്കുന്നതുകൊണ്ട്.
അപ്പോൾ നമ്മളിതാ ഇവിടെ എല്ലാ സാധനവും കിട്ടും കേട്ടോ ഫുഡിൻ്റെ. എനിക്ക് ഈ സെക്ഷനിലാകുന്നുണ്ട് എന്ത് വാങ്ങണം എന്നുള്ള കൺഫ്യൂഷനായിരിക്കും. കാരണം നമ്മുടെ നാട്ടിൽ കിട്ടുന്ന എല്ലാ സാധനങ്ങളും, നമ്മുടെ നാട്ടിൽ മാത്രമല്ല എല്ലാ ടൈപ്പ് ഫുഡും, കേരള, തമിഴ്നാട്, നോർത്ത് ഇന്ത്യ എല്ലാ ടൈപ്പ് ഫുഡും ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ടാവും. നമുക്ക് ഏത് വേണമെന്ന് വെച്ചാൽ വാങ്ങിയാൽ മാത്രം മതി. അപ്പം നമ്മൾ പ്രത്യേകിച്ചൊന്നും വാങ്ങിയില്ല. ഫുഡൊക്കെ കഴിച്ചിട്ട് ഉച്ചയ്ക്ക് വന്നതുകൊണ്ട് തന്നെ സ്വീറ്റ്സ് മാത്രമേ വാങ്ങിയുള്ളൂ, വേറെ ഒന്നും വാങ്ങിയില്ല. അപ്പം ഈവനിങ് ടൈമിലേക്ക് എന്തെങ്കിലും സ്നാക്സ് വാങ്ങാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ സമൂസ അങ്ങനെയൊക്കെ കുറച്ച് സ്നാക്സ് മാത്രം വാങ്ങിയിട്ട് പിന്നെ ഞങ്ങൾ നേരെ കേക്കിൻ്റെ സെക്ഷനിലോട്ട് പോയി. ഇന്നിവിടെ റെഡ് വെൽവെറ്റിൻ്റെ എന്തോ ഒരു ഓഫർ ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാ കേക്കും ഫുള്ള് റെഡ് മയമായിരുന്നു. എല്ലാ കേക്ക്സും നന്നായിട്ടില്ലേ കാണാൻ, എല്ലാം നന്നായി. ഇവിടെ വന്നാൽ തന്നെ ഭയങ്കര നല്ല ഫീലാണ്. ഇത് വന്ന അറബിക് സ്വീറ്റ്സ് ആയിട്ടാണ്. കുറച്ച് ഇത് നാഷണൽ ഡേൻ്റെ കേക്ക് കണ്ടു, സൗദിയുടെ ഫ്ലാഗും കാര്യങ്ങളൊക്കെ. ഞാൻ നിറയെ വീഡിയോസ് കണ്ടിട്ടുണ്ട് കേട്ടോ ഇൻസ്റ്റാഗ്രാമിലൊക്കെ. ഇത് ഈ പഴം ഭയങ്കര സ്മെല്ലായിരിക്കും, ഈ പഴം വന്ന് അടുത്തോട്ടോ പോലും പോകാൻ പറ്റില്ല. ശരിയാണ്, ഈ ഒരു സെക്ഷനിൽ വരുമ്പം തന്നെ ഒരുമാതിരി ഒരു മണമാണ്. അപ്പം നമ്മൾ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു, വീട്ടിലേക്ക് പോവാണ് നമ്മൾ.